എല്ലാവർക്കും നല്ല നമസ്കാരം. യഥാർത്ഥത്തിൽ കേരളത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് ചാലക്കുടിക്കാരെന്ന് പറയുമ്പോൾ അവർ മുരിങ്ങുകാരാണ്. ചാമവളപ്പിൽ നോബി ജോബി എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ. അവർ UK നിന്നും ആരംഭിച്ച യാത്ര 42 ദിവസം പിന്നിട്ട് അവർ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 2 ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ യാത്ര ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ജൂൺ 21 ബ്രിട്ടനിലെ ബ്രിസ്റ്റലിൽ നിന്നും 20 രാജ്യങ്ങൾ സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന 2 മലയാളികളെ കുറിച്ചുള്ള വാർത്താ ദൃശ്യമാണ് നമുക്കറിയാൻ കഴിയും. നമ്മുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന മലയാളികളാണ് എന്നുള്ളത് കൊണ്ട് ഈ നാട്ടുകാരാണെന്നുള്ള ഞങ്ങൾ വളരെയധികം അഭിമാനമുണ്ട്. അവരുടെ ഈ നേട്ടത്തിൽ ജന്മനാടിൻ്റെ സ്വീകരണമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ മുരിങ്ങൂരിൻ്റെ കലാകായിക സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ ആയ സ്വദേശി മൂവ്മെൻറ്റ് ഒരുക്കുന്ന ഈ ഒരു ജന്മനാടിൻ്റെ സ്വീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടാകുക. യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ള ആളുകളാണ്. അവർ 25 വർഷം മുമ്പ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടനിലേക്ക് പോവുകയും അവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കാളിയാവുകയും ചെയ്യുന്ന 2 ചെറുപ്പക്കാരാണ്. അവർ ഈ മലയാളികളാണെന്നുള്ളത് തന്നെ അഭിമാനമാണ്. അതുപോലെ ഞങ്ങളുടെ നിന്ന് ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന ആളുകളാണെന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും അഭിമാനകരമായ ഒരു സന്തോഷകരമായ കാര്യമാണ്. അതിനൊരു സ്വീകരണമാണ് ഇവിടെ സ്വദേശി മൂവ്മെൻറ്റ് ഒരുക്കുന്നത്. അവർ തന്നെ അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് ചാരിറ്റി ബേസിലുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടാണ്. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞ സ്വദേശി മൂവ്മെൻറ്റ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ എന്താണ്, ഇത് ചാരിറ്റിയാണ്. ചാരിറ്റി പല കാര്യങ്ങളും ഞങ്ങൾ മുൻ വർഷങ്ങളിൽ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരും കൂടി നമുക്കിതിൽ ക്ലബ് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും പുതിയ വളരെ നല്ല രീതിയിൽ ചാരിറ്റി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ 32,000 കിലോമീറ്റർ താണ്ടി 20 രാജ്യങ്ങൾ കവർ ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് നമുക്കിങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് ഒരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കൂടിയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. രാജ്യങ്ങളിലൂടെ കടന്നു വന്ന സാഹസിക യാത്രികരായ ജോബിയെയും നോബിയെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മുരിങ്ങൂരിന്റെ ചുരുങ്ങിയ കാലം കൊണ്ട് മുരിങ്ങൂരിന്റെ കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ സ്വദേശി മൂവ്മെന്റ് ജന്മനാട്ടിലൊരുക്കിയിട്ടുള്ള സ്വീകരണത്തിലേക്ക് എത്തിച്ചേർന്ന സാഹസിക യാത്രികരായ ജോബിയെയും നോബിയെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ജന്മനാട്ടിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഊർജം പകർന്നു തരികയാണ്. ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല, അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട നോബിയും ജോബിയും. ഈ മക്കളെ 2 പേരെയും വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസേന്റെയും മേരി ചേച്ചിയുടെയും 2 പ്രിയ പുത്രന്മാരാണ് നമുക്ക് സമ്മാനിച്ചു തന്നിരിക്കുന്നത്. ഈശ്വരനോടുള്ള നന്ദിയും കടപ്പാടും ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കുട്ടിക്കാലം മുതലേ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവരുടെ വീടിന്റെ സാഹചര്യം മുതൽ നമ്മൾ കണക്കിലെടുത്ത് 25 വർഷം മുമ്പ് നേഴ്സിംഗ് രംഗം ജനറൽ വിഭാഗത്തിന് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്ക് അതൊന്നും അത്ര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല.
പക്ഷേ ആ അമ്മയുടെ ഇച്ഛാശക്തി കൊണ്ട് പിതാവിൻ്റെ മരണം മൂലം പിന്നീട് കുറേ യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ അമ്മയുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് മക്കളെ പഠിപ്പിച്ച് നേഴ്സിംഗ് പഠിപ്പിച്ച് ഇവിടുന്ന് UK പോയതും അതിനുശേഷമാണ് അനുജൻ പോയി ഇന്ന് നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന നമുക്ക് ഏവർക്കും ഏറെ സന്തോഷയ്ക്ക് വക നൽകുന്ന എന്തായാലും ലിജോ ചാമക്കാലയെയും സ്വദേശി മൂവ്മെന്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി കൊല്ലോക്കാരൻ മറ്റു ഭാരവാഹികൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നാടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട ജോബിക്കും നോബിക്കും എല്ലാ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞ സംഘടന രൂപം കൊണ്ടിട്ട് ഏകദേശം 8 വർഷമായി. അത് അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് നിങ്ങളുടെ തന്നെ ഒരു ഫാമിലിയുടെ ആളാണ് ലിജോയ് ചാമക്കാല. അതിനുശേഷം നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അത് നിങ്ങൾ പത്രങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയും ഞങ്ങൾ എല്ലാ വർഷവും ആദരിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആദരം ഏറ്റുവാങ്ങാൻ യോഗ്യരായ വ്യക്തികൾ നിങ്ങൾ രണ്ടാളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 32,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം നിങ്ങൾ 40 ദിവസമായി ഈ വലിയൊരു സാഹസികത നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ജന്മനാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോബിക്കും നോബിക്കും സ്വദേശിയുടെ പേരിലും അതുപോലെ മുരുകൂറിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായും ഞാൻ നിങ്ങൾക്ക് ആശംസ നേരുന്നു. 32,000 കിലോമീറ്റർ യാത്ര ചെയ്ത് 40 ദിവസം കൊണ്ട് ഇവിടെ എത്തണമെങ്കിൽ 800 കിലോമീറ്റർ ഒരു ദിവസം ഓടിച്ചെങ്കിൽ മാത്രമാണെങ്കിൽ 32,000 കിലോമീറ്റർ ഓടുള്ളൂ. നമ്മളെക്കൊണ്ട് 200 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവർ ത്യാഗം ചെയ്തത്. ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരെ, കാരണം ഇത്രയും വലിയ ഒരു സ്വീകരണം ഞങ്ങളുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. സ്വദേശി മൂവ്മെൻറ്റ് ഇതിനു വേണ്ടി എടുത്ത പ്രയത്നം ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഞങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചാലക്കുടിയിലും ഈ മുരിങ്ങൂരിലും ഇങ്ങനെ ഒരു സ്വീകരണം. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നു എന്ന് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ജൂൺ മാസത്തിൽ ഞങ്ങൾ 42 ദിവസം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച ഈ യാത്ര ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ആറ്റപ്പാടത്ത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അവസാനിക്കുമ്പോൾ അതിനു മുമ്പായി ഞാൻ 2 കാര്യങ്ങൾ പറയട്ടെ. കാരണം ഈ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ 1 വർഷത്തെ പ്രയത്നമുണ്ട് ഇതിൻ്റെ പുറകിൽ. കാരണം ഇതിന് ഒരുപാട് പേപ്പർ വർക്കുകൾ, വിസകൾ, വണ്ടിയുടെ പേപ്പർ വർക്ക് എല്ലാം നടത്തി. അതിനുശേഷം ഞങ്ങളുടെ ഈ റൂട്ട് ഞങ്ങൾ ആദ്യം തീരുമാനിച്ച റൂട്ട് മാറ്റേണ്ടി വന്നു ഉക്രൈൻ യുദ്ധം മൂലം. രണ്ടാമത് വേറൊരു റൂട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. 20 രാജ്യങ്ങളിൽ 20 തരം കാലാവസ്ഥകളിൽ കൂടി ഞങ്ങൾ കടന്നു വരികയാണ് ഉണ്ടായത്. ചില രാജ്യങ്ങളിൽ 45 ഡിഗ്രി വരെ ചൂടുണ്ടായിരുന്നപ്പോൾ ചില രാജ്യങ്ങളിൽ മഴ മൂലം റോഡ് പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെയെല്ലാം വളരെ സുരക്ഷിതമായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും മൂലം കടന്നു വരാൻ സാധിച്ചു. കഴിഞ്ഞ 23 വർഷമായി ഞങ്ങൾ അവിടെ ജോലി ചെയ്ത് ജീവിച്ചു വരികയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ ചാരിറ്റി ഫണ്ട് റേസിംഗ് പ്രോഗ്രാം എന്ന ആശയം ഉടലെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഇതിനകം നല്ലൊരു തുക സമാഹരിക്കുകയുണ്ടായി. അത് അവിടുത്തെ ഹോസ്പിറ്റലിന് ലഭിക്കുകയാണ് ഉണ്ടാവുക. ഞങ്ങൾ തിരിച്ചെത്തി കഴിയുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇനിയും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം ചെയ്യാൻ സാധിക്കട്ടെ. ദൈവം അതിന് അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഈ അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സ്വദേശി മൂവ്മെൻറ്റിനും ബഹുമാനപ്പെട്ട ലീല ചേച്ചി, പിന്നെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ ഇതിനോടകം നന്ദി പറയുന്നു. താങ്ക് യു.